ഷിയാനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവളോട് കട്ടിൽ കിടന്നുറങ്ങിക്കോ, ഞാൻ സോഫയിൽ കിടന്നോളാം എന്ന് സിയെ പറയുന്നു. രണ്ടിടത്തായി കിടന്നെങ്കിലും രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നീ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ സിയെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവളുടെ ഒപ്പം കട്ടിലിൽ പോയി കിടക്കുന്നു. പതുക്കെ രണ്ടുപേരും കൈകൾ കോർത്ത് പിടിക്കുന്നുണ്ട്. സിയുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം ഷിയാന് കേൾക്കാവുന്നത്ര ഉച്ചത്തിലായതിനാൽ നിനക്ക് ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചവൾ അവൻ്റെ നെഞ്ചിൽ വാത്സല്യത്തോടെ തട്ടിക്കൊടുത്തുകൊണ്ട് ഉറങ്ങിക്കോളാൻ പറയുന്നു. അതോടെ അവൻ അത്ര നേരം ഉണ്ടായിരുന്ന ടെൻഷനെല്ലാം മാറി സമാധാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം ഷിയാൻ ഹോസ്റ്റലിൽ തിരികെ എത്തിയപ്പോൾ ലിഷിയും ജിയുവും കൂടി അവളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. സിയയ്ക്കൊപ്പം ഡിന്നർ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴേക്കും ഗേറ്റ് പൂട്ടിയതിനാൽ അവൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങി എന്നവൾ പറഞ്ഞപ്പോൾ നിങ്ങൾ രാത്രി എന്ത് ചെയ്തു, എന്തെങ്കിലും സംഭവിച്ചോ, ഞങ്ങൾ ക്ലാസ് എടുത്തതിന് വല്ല പ്രയോജനം ഉണ്ടായോ എന്നൊക്കെ രണ്ടുപേരും ആകാംക്ഷയോടെ ചോദിക്കുന്നു. ഞാൻ സേഫായിരുന്നോ അല്ലയോ എന്ന ടെൻഷൻ കൊണ്ടായിരിക്കും നിങ്ങളിതൊക്കെ ചോദിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് ഷിയാൻ ചോദിക്കുന്നു. ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചില്ല, ഞങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങി. ചില കാര്യങ്ങൾക്ക് എൻ്റേതായ സമയം എനിക്ക് ആവശ്യമുണ്ടെന്ന് ഷിയാൻ പറയുന്നു. ലിഷിയും ജിയും നിരാശരാകുന്നുണ്ട്. ആ സമയത്ത് സിയയുടെ ഫോണിൽ നിന്ന് ഷിയാൻ്റെ കോൾ വരുന്നു. പക്ഷേ അവളോട് സംസാരിച്ചത് അവനായിരുന്നില്ല. ഹോങ്കോങ് ടെക്നോളജീസിൻ്റെ ചില കമ്പനി രഹസ്യങ്ങൾ വെളിപ്പെടുത്തി എന്ന സംശയത്തിൻ്റെ പേരിൽ സിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നുള്ള കോളായിരുന്നു അത്. ടി വിയിൽ വാർത്ത കണ്ട് ഷിയാൻ്റെ പേരൻസും സിയയുടെ പേരൻസും വിവരം അറിയുന്നുണ്ട്. വാർത്ത അറിഞ്ഞതും അവൻ്റെ അച്ഛൻ്റെ അസുഖം ഒന്നുകൂടി കൂടുന്നു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഷിയാൻ്റെ പേരൻസ് അവളെ വിളിക്കുന്നു. സങ്കടം അവരെ അറിയിക്കാതിരിക്കാൻ സന്തോഷം ഭാവിച്ച് അവൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം അവൾ കരഞ്ഞു പോകുന്നുണ്ട്. അച്ഛനും അമ്മയും അവളോട് കുറേ ആശ്വാസവാക്കുകൾ പറഞ്ഞ ശേഷം ഫോൺ വയ്ക്കുന്നു. ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരോട് ഹോങ്കോങ് ടെക്നോളജീസിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ റെഡ് ഹോഴ്സ് കമ്പനി എന്നെ സമീപിച്ചെങ്കിലും അപ്പോൾ തന്നെ ഞാനോട് ഓഫർ നിരസിച്ചിരുന്നു എന്ന് സിയെ പറഞ്ഞെങ്കിലും പിന്നെ എങ്ങനെയാണ് അവരുടെ രഹസ്യങ്ങൾ റെഡ് ഹൗസിന് കിട്ടിയത് എന്നവർ അവനെ വിശ്വാസമില്ലാതെ ചോദിക്കുന്നു. റെഡ് ഹൗസിൻ്റെ ഓഫീസിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. പിടിക്കപ്പെടാതെ ശ്രദ്ധിക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടും അവൻ പിടിക്കപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചീഫ് ദേഷ്യപ്പെട്ടപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് പുറത്തിറങ്ങുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുമെന്ന് സാറിന് നേരത്തെ തന്നെ അറിയില്ലായിരുന്നു, പിന്നെ എന്തിനാണ് ഇതിന് മുതിർന്നത് എന്ന് ബോസോങ് ചോദിക്കുന്നു. അവൻ എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നത് കൊണ്ട് അവനായിട്ട് അത് പറയാതിരിക്കാൻ സിയെ ജാമ്യത്തിലെടുക്കാൻ ഒരു വക്കീലിനെ ഏർപ്പാടാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടാണ് ചീഫ് പോയത്. ആ സമയത്താണ് ഷിയാൻ അവനെ കാണാനായി എത്തിയത്. സിയയുടെ കാര്യത്തിൽ സഹായം ചോദിക്കാനാണ് അവൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതൊഴികെ മറ്റെന്ത് കാര്യത്തിലും നിന്നെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവൻ പറയുന്നു. ബോസോങ്ങിൻ്റെ മേശപ്പുറത്ത് ഡോങ്ങിൻ്റെ പേരുള്ള ഒരു ഫയൽ കിടക്കുന്നത് ഷിയാൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അവളത് കണ്ടു എന്നവന് മനസ്സിലായപ്പോൾ അവനത് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹോക്കിംഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് സ്റ്റുഡൻസുമായി നിങ്ങളുടെ കമ്പനി പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് മാത്രം ചോദിച്ചിട്ട് ഷിയാൻ അവിടെ നിന്ന് പോകുന്നു. മടങ്ങുന്ന വഴി സിയയുടെ അച്ഛന് അസുഖം കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ ഇയുടെ കാൾ വരുന്നതിനാൽ അവൾ പെട്ടെന്ന് ആശുപത്രിയിലെത്തുന്നു. അവൻ്റെ അച്ഛനപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. പുറത്ത് അമ്മയും പ്രൊഫസർ ഇയും ഉണ്ടായിരുന്നു. അവിടെ എത്തി ഇത്ര കാലമായിട്ടും ഒരിക്കൽ പോലും ആശുപത്രിയിൽ വന്ന് കാണാതിരുന്നതിന് ഷിയാൻ സിയയുടെ അമ്മയോട് സോറി പറയുന്നു. കുറച്ചു നേരം അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഫോണിൽ ആരോട് സംസാരിച്ച ശേഷം പ്രൊഫസർ ഷിയാനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. വക്കീലുമായാണ് ഇപ്പോൾ സംസാരിച്ചത്. ഹോങ്കോങ് ടെക്നോളജീസിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായ ശേഷം കോളേജിൽ നിന്ന് സിയെ മാത്രമേ റെഡ് ഹൗസിനെ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവനെ പ്രൈം സസ്പെക്റ്റായാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അവൻ പോകുന്നതിന് മുമ്പ് നിനക്ക് തരാൻ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞ ഒരു പേപ്പർ അദ്ദേഹം ഷിയാൻ നൽകുന്നുണ്ട്. അതിൽ സിയെ എന്തോ എഴുതിയിരുന്നു. അപ്പോഴേക്കും സർജറി കഴിഞ്ഞു, സക്സസ് ആയിരുന്നു എന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്ന നേഴ്സ് പറഞ്ഞത് കേട്ട് എല്ലാവരും ആശ്വസിക്കുന്നുണ്ട്. അടുത്ത ദിവസം പ്രൊഫസർ ഇയുടെ സുഹൃത്തായ ചൈനയിലെ തന്നെ ഏറ്റവും മികച്ച അഡ്വക്കേറ്റുമാരിൽ ഒരാളെ സിഐക്ക് ജാമ്യം എടുക്കുന്നതിന് വേണ്ടി പ്രൊഫസർ വരുത്തുന്നുണ്ട്. ഷിയാനും കൂടി ചേർന്നാണ് അദ്ദേഹത്തെ കണ്ടത്. തെളിവുകൾ അത്ര സ്ട്രോങ് അല്ലാത്തതിനാൽ എളുപ്പം ജാമ്യം കിട്ടുമെന്ന് അദ്ദേഹം അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സിഐക്ക് ജാമ്യം കിട്ടുന്നുണ്ട്. ആ വിവരം അറിഞ്ഞപ്പോൾ ബോസോങ്ങിൻ്റെ ചീഫ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്, ഇനി എന്ത് ചെയ്യുമെന്ന് അന്വേഷിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് കൈകാര്യം ചെയ്യാൻ തയ്യാറായിക്കൊള്ളാനാണ് ബോസോങ് അപ്പോൾ പറഞ്ഞത്. ഷിയാൻ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് സിഐക്ക് ജാമ്യം കിട്ടിയ വിവരം അറിയിക്കാൻ പ്രൊഫസർ ഇയുടെ കോൾ അവൾക്ക് വന്നത്. ക്ലാസ്സിന് പുറത്തിറങ്ങി നിന്ന് പ്രൊഫസറോടും സിയയോടും സംസാരിച്ചിട്ട് അവൾ തിരികെ ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഡോങ് ഹോങ്കോങ് ടെക്നോളജീസിൻ്റെ മാനേജർക്കൊപ്പം പോകുന്നത് ഷിയാൻ കാണുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞവൾ സിയയുടെ മുറിയിലേക്ക് പോകുന്നു. കയ്യിലുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് അവൾ അകത്തേക്ക് കയറിയപ്പോൾ സിയെ സോഫയിൽ കിടന്നുറങ്ങുന്നത് കണ്ട് ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ചിട്ട് അവൻ്റെ പുതപ്പെടുത്തുകൊണ്ട് വരാമെന്ന് കരുതി അവൾ അകത്തേക്ക് കിടത്തെങ്കിലും അബദ്ധത്തിൽ കാല് കസേരയിൽ മുട്ടുന്നു. ശബ്ദം കേട്ട് സിയ ഉണരുന്നുണ്ട്. ഷിയാൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നതിനാൽ അവൻ വേഗം എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചിട്ട് കാലിൽ തടവി കൊടുക്കുന്നു. അവൻ തന്നെ ഫേസ് ചെയ്യാൻ മടിക്കുന്ന കണ്ട് ഷിയാൻ അവനെ അടുത്തേക്ക് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനെ സംഭവം ഉണ്ടായി നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞവൻ സങ്കടപ്പെടുന്നു. ഷിയാൻ എന്തൊക്കെയോ പറഞ്ഞവനെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം പ്രൊഫസർ ഇക്കൊപ്പം വക്കീലിനെ കണ്ട റെഡ് ഹൗസ് തന്നെ ജാമ്യത്തിലെടുക്കാൻ ശ്രമിച്ച വിവരം സിയെ സൂചിപ്പിച്ചെങ്കിലും തൽക്കാലം അതിനു പുറകെ പോകാതെ നിന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ വല്ല തെളിവും കിട്ടുമോ എന്ന് ശ്രമിക്കാൻ വക്കീൽ പറയുന്നു. നിന്നോട് അടുപ്പമുള്ള ആർക്കെങ്കിലും ശത്രുതയുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തിരികെ റൂമിലെത്തിയപ്പോൾ തനിക്ക് വേണ്ടി ഷിയാൻ ബോസോങ്ങിനെ കാണാൻ പോയിരുന്നു എന്നറിഞ്ഞ് സിയ അവളോട് പിണങ്ങുന്നുണ്ട്. ഇനി ഒരിക്കലും അവനെ കാണാൻ പോകില്ല എന്ന് വാക്കുകൊടുത്ത് അവൾ പിണക്കം തീർക്കുന്നു. ബോസോങ്ങിനെ കാണാൻ ചെന്നപ്പോൾ ഡോങ്ങിൻ്റെ പേരിലുള്ള ഒരു ഫയൽ അവിടെ കണ്ടതും
അതിനുശേഷം അവനെ ഹോങ്കോങ് ടെക്നോളജീസിന്റെ മാനേജർക്കൊപ്പം കണ്ട വിവരവും പറഞ്ഞിട്ട് നീ അറസ്റ്റിലായ ഉടൻ അവൻ അവരുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തയ്യാറായതിൽ ദുരൂഹതയുണ്ടെന്ന് ഷിയാൻ പറയുന്നു. സിയെ പെട്ടെന്ന് അവളെ ഉമ്മ വെച്ചിട്ട് ഞാൻ ചിന്തിച്ചത് തന്നെയാണ് നീയും ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഡോങ് ആയിരിക്കും അതിന്റെ പിന്നിലെന്ന് അവന് സംശയം തോന്നാനുള്ള കാരണങ്ങൾ ലാപ്ടോപ്പിൽ നോക്കി അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അവനാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ അവൻ എന്നെ തേടി വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് സിയെ പറയുന്നു. ഡോങ് തന്നെയാണോ ഇതിന് പിന്നിൽ നിന്ന് കണ്ടെത്താൻ സിയെ ഒരു കെണി ഒരുക്കുന്നു. അവൻ ഡോങ്ങിന് ഒരു മെയിൽ അയച്ച് അവന്റെ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന്റെ സോഴ്സ് കണ്ടെത്താൻ ലാബിലെത്തിയ ഡോങ്ങിന് സിയെ അവിടെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ തന്നെയാണ് അതിന് പുറകിലെന്ന് മനസ്സിലാവുന്നു. നീ വരരുതേ എന്നും വരണമേ എന്നും ഞാൻ ഒരുപോലെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് റെഡ് ഹൗസിന് വേണ്ടി അങ്ങനെ ചെയ്തതെന്ന് സിയെ അവനോട് ചോദിക്കുന്നു. ഡോങ്ങിന് ഇപ്പോൾ ചെയ്ത തെറ്റിൽ കുറ്റബോധമുണ്ടെങ്കിലും ഒരുപാട് വൈകിപ്പോയി എന്ന് അവൻ പറയുന്നു. പ്രൊഫസർ ഇക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, എപ്പോഴും എന്നോട് അതിനെക്കുറിച്ച് പറയുമായിരുന്നു എന്ന് സിയെ പറഞ്ഞപ്പോൾ പക്ഷെ അദ്ദേഹം നിന്നോട് മാത്രം പ്രത്യേക സ്നേഹം കാണിച്ചിരുന്നല്ലോ എന്ന് പരാതി പോലെ ഡോങ് പറയുന്നു. വിദേശത്തേക്ക് പോകാനുള്ള കോട്ടയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ഇത്തവണ 2 സീറ്റിന് അപ്ലൈ ചെയ്തിരുന്നു എന്ന് സിയെ പറഞ്ഞപ്പോൾ വർദ്ധിച്ച കുറ്റബോധത്തോടെ നിനക്കിതെന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ഡോങ് ചോദിക്കുന്നുണ്ട്. തന്റെ കുറ്റമേറ്റെടുക്കാനുള്ള മനസ്സ് അതറിഞ്ഞപ്പോൾ അവൻ ഉണ്ടാകുന്നുണ്ട്. ബോസോങ് തന്റെ ജോലി രാജിവെച്ചിട്ട് പഴയതുപോലെ സൈക്കിളിൽ ഷിയാനെ കാണാനായി എത്തുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും തെറ്റായ വഴിയിലൂടെയുള്ള തന്റെ സഞ്ചാരത്തെക്കുറിച്ചുമൊക്കെ അവൻ കുറ്റബോധത്തോടെ ഷിയാന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു. പക്ഷെ അതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം ഇനിയാണെങ്കിലും തുടങ്ങാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഷിയാൻ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഒരുമിച്ചിരുന്ന് കോഫി കുടിച്ചതും അവന്റെ സൈക്കിളിന് പുറകിൽ നിന്ന് സ്കൂളിൽ പോരുന്നതുമൊക്കെ ഷിയാൻ അപ്പോൾ ഓർത്ത് പറയുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് സിയയുടെ അച്ഛൻ കുടുക്കിയ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഫയൽ ബോസോങ് അവളെ ഏൽപ്പിച്ചിട്ട് അത് സിയയ്ക്ക് നൽകണം. അവന്റെ അച്ഛന്റെ പ്രശ്നം പരിഹരിക്കാൻ അത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അവൻ സ്കൂളിലെ ടെറസിൽ വെച്ചെടുത്ത ഫോട്ടോ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷിയാൻ അവനെ കാണിക്കുന്നു. കുറെ സമയം കൂടി സംസാരിച്ചതിന് ശേഷമാണ് അവർ പിരിഞ്ഞത്. സിയയുടെ റൂമിൽ ഫയൽ നൽകാൻ എത്തിയപ്പോൾ ബോസോങ് എടുത്ത ഫോട്ടോയും അവൾ കാണിക്കുന്നുണ്ട്. ഇതിനെന്താണ് ഇത്ര പ്രത്യേകത, നീ എന്താണ് ഇപ്പോഴും ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവൻ അസൂയോടെ ചോദിച്ചപ്പോൾ എൻ്റെ ഫോട്ടോസിൽ ഏറ്റവും നല്ലത് ഇതാണ് എന്നവൾ പറയുന്നു. ഷിയാൻ അറിയാതെ അവൻ തൻ്റെ ഫോണിൽ അവളുടെ ഫോട്ടോ എടുത്തിട്ട് ഇനി മുതൽ ഞാനും നിന്റെ ഫോട്ടോസ് എടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു. രണ്ടുപേരും കൂടി സെൽഫി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഷിയാൻ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ കിസ് ചെയ്യുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹരിച്ച് ആശുപത്രിവാസവും കഴിഞ്ഞ് സിയയുടെ കുടുംബം ഷെൻഹായിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അച്ഛനെയും അമ്മയെയും അകത്തേക്ക് പറഞ്ഞു വെച്ചിട്ട് സിയ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങിയപ്പോൾ ഷിയാൻ മുകളിൽ നിന്ന് അവനെ വിളിക്കുന്നു. ഷിയാനും കുടുംബവും ആദ്യമായി അവിടെ വന്ന ദിവസം അവർ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്റെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ശിശിക്കും ഡോങ്ങിനും കീ എറിഞ്ഞു കൊടുത്തിട്ട് അവളെ ആദ്യമായി കണ്ടത് സിയെ അപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. സിയയുടെ സഹായത്തിനായി ഷിയാനും അവന്റെ ഒപ്പം കൂടുന്നു. ഇവിടേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്ന് വീടിനുള്ളിൽ വെച്ച് സിയെ പറഞ്ഞപ്പോൾ എന്നോട് ഇനി ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല എന്നാണ് നീ കരുതിയതെന്ന് അന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഷിയാൻ താഴെ ഇരുന്ന് ബുക്ക് പെറുക്കിയെടുക്കാൻ തുടങ്ങുന്നു. നീ ഇതുവരെ അത് മറന്നില്ലേ? ഞാൻ സോറി പറഞ്ഞതല്ലേ, മറക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നവൻ ചോദിച്ചപ്പോൾ കിസ് തരാനെന്ന മട്ടിൽ ഷിയാൻ കവിൾ കാണിക്കുന്നു. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ടഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഷിയാന്റെ അച്ഛനും അമ്മയും സിയയുടെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ട് ഷിയാൻ എഴുന്നേറ്റെങ്കിലും സിയ അവളെ തിരികെ പിടിച്ചവിടെ ഇരുത്തുന്നു. കാർഡ്ബോർഡ് ബോക്സുകൾക്ക് പിറകിലായിരുന്നതിനാൽ അവരെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തോടെ ഇരു കൂട്ടരും വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഷിയാന്റെ അച്ഛനും അമ്മയും സാധനങ്ങൾ പെറുക്കി വെക്കാൻ സഹായിക്കാൻ തുടങ്ങുന്നു. കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് മാറ്റിയതും പമ്മിയിരിക്കുന്ന സിയയും ഷിയാനെയും അവർ കാണുന്നു. സിയ പെട്ടെന്ന് എൻ്റെ കാലൊളുക്കി ഞങ്ങളത് നോക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ചാടി എണീറ്റിട്ട് അവിടെ നിന്ന് പോകുന്നു. ഷിയാനും അമ്മയും കൂടി പരസ്പരം നോക്കി കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട്. ജോലിയെല്ലാം ഒതുക്കി പേരൻസ് എല്ലാം കൂടി പുറത്തേക്ക് പോയ സമയത്ത് വെക്കേഷൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന ശിഷിയും ഷാദിയും അവിടെ എത്തുന്നുണ്ട്. ഷാദിയും ഷിയാനും ഒരുമിച്ചിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ കെക്കെ കപ്പിൾ റിങ് ഇട്ടിരിക്കുന്ന അവളുടെയും ഷെങ്ങിൻ്റെയും കൈകൾ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് അപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയായിരുന്നോ ഷെങ് അവളെയും കൂട്ടി യാത്ര പോയതെന്ന് ഷാദി ചോദിക്കുന്നു. എനിക്കും ഇതുപോലെ ഒന്ന് കിട്ടിയത് കൊള്ളാമെന്നുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ ശിഷിയോടൊരെണ്ണം വാങ്ങിത്തരാൻ പറയാൻ ഷിയാൻ പറയുന്നു. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കാര്യം അവൻ്റെ വീട്ടുകാരെ അറിയിക്കുന്നില്ല എന്ന് ഷാദി ചോദിക്കുന്നു. അവൻ്റെ ഫാമിലി കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഒന്നും നേരെ ആവുന്നതല്ലേ ഉള്ളൂ, പതുക്കെ പറയാം, നീ തൽക്കാലം എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, നിന്റെ കാര്യം ചിന്തിക്കാൻ നോക്കാൻ ഷിയാൻ പറയുന്നു. അകത്തെ മുറിയിൽ സിയയ്ക്കൊപ്പം വരുന്ന ശിഷിയോട് ഫോണും നോക്കാൻ ഷാദി വിളിച്ചു പറയുന്നു. ആ ഫോട്ടോ കണ്ട് അവർ വിവാഹം കഴിക്കാൻ പോവുകയാണോ? ഇവൻ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഫാസ്റ്റ് ആണല്ലോ എന്ന് ശിഷി പറയുന്നു. സിയ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അവനോട് അപ്പോഴേ പറയുന്നതാണ്, പേടിക്കേണ്ട കാര്യമില്ല, സക്സസ് ആകുമെന്ന്. അതുപോലെ നടന്നല്ലോ എന്ന് പറയുന്നത് കേട്ട് ഷെങ് ഈ വിവരം നിന്നോട് പറഞ്ഞായിരുന്നോ? എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ശിഷി ചോദിക്കുന്നു. നിന്റെ വായ വലുതായതിനാൽ നീ ഇത് എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പറയാഞ്ഞത് എന്ന് സിയ പറയുന്നു. അതിലെത്ര ചിലവായി എന്നറിയാൻ തപ്പുന്നത് കണ്ട് നീയും ഉടനെ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്ന് സിയ ചോദിച്ചപ്പോൾ ഷാദി ഇത് നോക്കാൻ എന്നോട് പറഞ്ഞത് എന്തിനാണെന്നാണ് നീ കരുതുന്നത്? അവളെനിക്ക് സൂചന തന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷി അതിൻ്റെ ചിലവിനെക്കുറിച്ച് വീണ്ടും തിരയുന്നു. മോതിരത്തിൻ്റെ വില കണ്ട് അവൻ്റെ കണ്ണ് തള്ളുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ഞാൻ ക്യാഷ് സേവ് ചെയ്ത് വെക്കണം, എന്നാലേ കാര്യം നടക്കൂ. എന്തായാലും നീ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രപ്പോസ് ചെയ്യും. നീ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സെറ്റിൽ ആവുന്നതല്ലേ ഉള്ളൂ, നിന്റെ അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റിയൊരു അവസരം നോക്കണ്ടേ എന്ന് ശിഷി ചോദിക്കുന്നു. എന്തിന് ഇത്ര നാളും ഞാൻ നല്ല തിരക്കിലായിരുന്നത് കൊണ്ടാണ് എനിക്ക് അവരോട് പറയാൻ പറ്റാതിരുന്നത്. ഇനി ഞാൻ വെച്ച് താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവരോട്
ഉടൻ തന്നെ വിവരം പറയും. നിന്നേക്കാൾ മുമ്പ് എന്തായാലും ഞാൻ പ്രപ്പോസ് ചെയ്തിരിക്കുമെന്ന് സിയെ പറയുന്നു. ഷിയാനും സിയയും കൂടി പണ്ട് തങ്ങൾ സ്കൂളിൽ പോരുന്ന വഴിയിലൂടെയൊക്കെ ഓർമ്മകൾ അയവിറക്കൊണ്ട് നടക്കുന്നുണ്ട്. യൂണിഫോം ധരിച്ച 2 കുട്ടികൾ ഒരു ബെഞ്ചിലിരിക്കുന്നത് കണ്ട് അവർക്കൊപ്പം സിയെ അവളെയും കൊണ്ട് ചെന്നിരിക്കുന്നു. നിങ്ങൾ ഷെൻഹായ് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിച്ച് പരിചയപ്പെട്ടിട്ട് ഞങ്ങളും അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നു, ഇതെൻ്റെ അന്നത്തെ ഡെസ്ക്മേറ്റ് ആണ് എന്ന് പറഞ്ഞവൻ ഷിയാനെയും പരിചയപ്പെടുത്തുന്നു. കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് നാണമില്ലെന്ന് ചോദിച്ച് ഷിയാൻ അവനെ കളിയാക്കിയപ്പോൾ അവർക്ക് നമ്മളോട് അസൂയ തോന്നട്ടെ എന്നവൻ പറഞ്ഞത് കേട്ടവൾ ചിരിക്കുന്നു. നിന്റെ പേരൻസിനെ കാണാൻ ഞാൻ നിന്നെ ഉടനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്ന് സിയെ പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് വേണോ, നിന്റെ അച്ഛന് സുഖമായതല്ലേ ഉള്ളൂ, അവർക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഷിയാൻ പല സംശയങ്ങളും ചോദിക്കുന്നു. അവർക്ക് നിന്നോട് വളരെ സ്നേഹമായിട്ടല്ലേ പെരുമാറുന്നത്, എന്നിട്ട് നിനക്ക് സംശയമാണോ എന്ന് സിയെ ചോദിച്ചപ്പോൾ മുമ്പ് നമ്മൾ ഫ്രണ്ട്സ് അല്ലായിരുന്നോ, ഇപ്പോൾ ഗേൾ ഫ്രണ്ട് അല്ലേ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, നിനക്ക് ഞാൻ പോരാ എന്നവർക്ക് തോന്നിയാൽ എന്ത് ചെയ്യുമെന്ന് ഷിയാൻ ചോദിക്കുന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിനക്കൊപ്പം ആവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്, നിന്റെ മുന്നിൽ എനിക്കാണ് യോഗ്യതക്കുറവ്, എൻ്റെ അമ്മയ്ക്ക് നിന്നെ വളരെ ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പോൾ പിന്നെ എങ്ങനെ മാറ്റം വരാനാണ് എന്നവൻ ചോദിക്കുന്നു. ശരിയാണ്, ആൻറ്റിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് പ്രശ്നം കാണില്ല എന്ന് ഷിയാനും ഒരു ചിരിയോടെ സമ്മതിക്കുന്നുണ്ട്. ഷിയാൻ്റെയും സിയയുടെയും അമ്മമാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ സിയയുടെയും ഷിയാൻ്റെയും ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഷിയാന് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് അറിയാതെ അവളുടെ അമ്മയുടെ വായിൽ നിന്ന് വീണു പോകുന്നു. സിയയുടെ അമ്മ അത് കേട്ട് കുറച്ചൊന്ന് വിഷമിച്ചതുപോലെ തോന്നി. എന്നിട്ട് സിയ ഇതുവരെ ഇക്കാര്യം പറഞ്ഞില്ലല്ലോ എന്നവർ ചോദിക്കുന്നുണ്ട്. സിയയാണ് ബോയ് ഫ്രണ്ട് എന്നവർ അറിയുന്നില്ല. കുട്ടിക്കാലത്ത് നമ്മൾ അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ലേ എന്ന് ഷിയാൻ്റെ അമ്മ പറഞ്ഞപ്പോൾ അതൊക്കെ കുട്ടിക്കാലത്തല്ലേ, വളർന്നപ്പോൾ അവർക്കങ്ങനെ തോന്നണമെന്നില്ലല്ലോ, മാത്രമല്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു ഭാരമായിരിക്കുമെന്ന് സിയയുടെ അമ്മ പറയുന്നു. സിയയും ഷിയാനും ഒരുമിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല എന്നാണ് ഷിയാൻ്റെ അമ്മയ്ക്ക് തോന്നിയത്. അവർ വീട്ടിലെത്തി വിവരം പറഞ്ഞ ഉടൻ ഷിയാൻ സിയയെ വിളിക്കുന്നുണ്ട്. നിന്റെ അമ്മ തെറ്റിദ്ധരിച്ചായിരിക്കാനാണ് സാധ്യത, ഇപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ സമാധാനമായി കിടന്നുറങ്ങാൻ നോക്ക്, നാളെ രാവിലെ നിന്നെ ഞാനൊരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവൻ ഫോൺ വയ്ക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം ഷിയാനെയും കൊണ്ട് സിയെ പുറത്തു പോകുന്നുണ്ട്. അവളുടെ ബർത്ത്ഡേ ദിവസം കൊണ്ടുപോയി അതേ പ്ലാനറ്റോറിയത്തിലേക്കാണ് അവൻ അവളെയും കൊണ്ട് പോയത്. അവിടെ എത്തിയപ്പോഴും കുട്ടിക്കാലത്തെ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ സിയയുടെ അമ്മ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞ് ഷിയാൻ ടെൻഷൻ അടിക്കുന്നു. സിയ അവളെ സമാധാനിപ്പിച്ച് ഒരു ബെഞ്ചിലേക്ക് ഇരുത്തിയിട്ട് അവളുടെ ഷൂലേസ് അഴിഞ്ഞു കിടക്കുന്നത് കണ്ട് താഴെ ഇരുന്നത് കെട്ടിക്കൊടുക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കയ്യിൽ കരുതിയിരുന്ന മോതിരം പുറത്തെടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഷിയാൻ അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇത് വളരെ വില കൂടിയ മോതിരമൊന്നുമല്ല, അങ്ങനെ വില കൂടിയ ഒരു മോതിരം ഞാൻ നിനക്ക് തീർച്ചയായും പിന്നീട് തന്നിരിക്കും, ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം നീ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് സിയ അവളുടെ വിരലിൽ മോതിരം അണിയിക്കുന്നു. അതിനിടയിൽ തന്നെ ഷിയാൻ്റെ അമ്മയും സിയയുടെ അമ്മയും തമ്മിൽ സംസാരിച്ച് അവരുടെ തെറ്റിദ്ധാരണ പരിഹരിച്ചിരുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇങ്ങനൊരു ബന്ധത്തിനുള്ള യോഗ്യതയില്ലാത്തതിനാൽ നീ എന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് ഞാൻ കരുതിയത്. അവർ ഒരുമിച്ച കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഷിയാനെ എനിക്ക് സ്വന്തം മകളെ പോലെയാണ് എന്ന് സിയയുടെ അമ്മ പറയുന്നു. തെറ്റിദ്ധാരണ നീങ്ങിയതിൽ രണ്ടുപേരും സന്തോഷിക്കുന്നുണ്ട്. വെക്കേഷൻ കഴിഞ്ഞ് സിയയും ഷിയാനും അവൻ്റെ റൂമിലേക്കാണ് മടങ്ങിയെത്തിയത്. ഞാനിവിടം എൻ്റെ ആർട്ട് സ്റ്റുഡിയോ ആയി ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഈ മുറി കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട് എന്ന് ഷിയാൻ അവൻ്റെ കട്ടിലിരുന്നു കൊണ്ട് ചുറ്റും നോക്കി ചോദിക്കുന്നു. സിയ അതിന് മറുപടി പറയാതെ അവളെ കട്ടിലേക്ക് പിടിച്ച് കിടത്തിയിട്ട് നമുക്കിത് കോളേജിലേക്ക് പോകാതെ ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഷിയാൻ അത് സമ്മതിക്കുന്ന പോലെ ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം സിയ ലാബിലിരുന്ന് ഷിയാൻ കൊടുത്തുവിട്ട ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഫൈനൽ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലെന്ന് പ്രൊഫസർ ഒന്നുകൂടി ചോദിക്കാൻ പറഞ്ഞു എന്ന് ഫെങ് അവനോട് പറയുന്നു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടോളാം എന്ന് പറഞ്ഞ് സിയ അവിടെ നിന്ന് പോകുന്നു. അവൻ ഷിയാനെ ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കാൻ ചെന്നപ്പോൾ അവൾ പിണക്കം നടിച്ചിരിക്കുന്നത് കണ്ട് അവൻ വിവരം അന്വേഷിക്കുന്നു. വിദേശത്തേക്ക് പോകാനുള്ള സ്കോളർഷിപ്പ് അവൻ വേണ്ടെന്ന് വെച്ച വിവരം പ്രൊഫസർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഞാൻ കാരണം നിന്റെ സ്വപ്നങ്ങളൊന്നും മുടങ്ങാൻ ഇടവരരുത്. നീ ഇത്രനാൾ കഷ്ടപ്പെട്ടത് മുഴുവൻ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയല്ലേ, ഞാൻ കാരണം അത് വേണ്ടെന്ന് വെക്കരുത് എന്നവൾ അവനോട് പറയുന്നു. എന്നെ ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നവൾ അവന് പെങ്കി പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. സിയ അവളെ അപ്പോൾ കിസ് ചെയ്യുന്നുണ്ട്. അവൻ അവൾക്കൊരു പാവ സമ്മാനമായി കൊണ്ടുവന്നിരുന്നു. പണ്ടത്തെ പോലെ അത് മുതലയാണോ ദിനോസറാണോ എന്ന കാര്യം ഷിയാൻ ഇപ്പോഴും കൃത്യമായി പറയാൻ പറ്റാത്തതിന് അവൻ അവളെ കളിയാക്കുന്നുണ്ട്. ആ പാവയും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന സിയയെ മോഡലാക്കി ഷിയാൻ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. സിയ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഫെയർവെൽ പാർട്ടിക്ക് ഷിഷിയും ഫെങ്ങും അവൻ്റെ റൂമിൽ ഒത്തുകൂട്ടുന്നു. ഫോണിൽ കൂടി മാത്രം കണ്ട് പരിചയമുള്ള ഫെങ്ങും ഷിഷിയും ആദ്യമായി തമ്മിൽ കണ്ടതിന് സന്തോഷം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെന്താ ഓൺലൈനിലൂടെ പരിചയപ്പെട്ട ലവേഴ്സ് ആണോ എന്ന് ചോദിച്ച് സിയ അവരെ കളിയാക്കുന്നു. നിന്നെയും ഷിയാനെയും ഒന്നിപ്പിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് എന്തൊക്കെ ത്യാഗം ചെയ്തെന്നറിയാമോ, ഞങ്ങളുടെ ഫീലിംഗ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അവരുടെ സഹായങ്ങൾക്ക് സിയ രണ്ടുപേർക്കും നന്ദി പറയുന്നു. കുറച്ചു കഴിഞ്ഞ് ഷിയാനും മുറിയിലേക്ക് വരുന്നുണ്ട്. അവരെ ഒരുമിപ്പിക്കാൻ ഞങ്ങൾ ഒരുപാട് ഐഡിയകൾ പ്രയോഗിച്ച കാര്യം ഫെങ് അവളോടും പറയുന്നുണ്ട്. പാർട്ടി കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ഷിഷി സിയെ പിരിയേണ്ടി വരുന്നതിൻ്റെ വിഷമം കരഞ്ഞു തന്നെ തീർക്കുന്നുണ്ട്. അവൻ്റെ അത്രയില്ലെങ്കിലും ഫെങ്ങും നല്ല വിഷമത്തിൽ തന്നെയാണ്. സിയെ അവരെ യാത്രയാക്കിയ ശേഷം നന്നായി കരയുന്നുണ്ട്. ഷിയാൻ അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു.
തിരികെ മുറിയിലേക്ക് നടക്കുമ്പോൾ എനിക്ക് പോകാൻ തീരെ മനസ്സ് വരുന്നില്ല എന്ന് സിയെ സങ്കടത്തോടെ പറയുന്നു. നമ്മളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ, പിന്നെ എന്താണ് ഇപ്പോൾ ഒരു മനംമാറ്റം എന്ന് ചോദിച്ച് ഷിയാൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും വല്ലപ്പോഴും തമ്മിൽ കാണാറുള്ളപ്പോൾ വഴക്കിടുന്നത് കണ്ട് ഞാൻ കരുതുന്നത് അവർ തമ്മിൽ ഇഷ്ടമില്ലെന്നാണ്. പക്ഷേ പരസ്പരം അത്രയധികം ഇഷ്ടവും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് അവർക്ക് അത്രകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ അമ്മ അച്ഛനെ കാത്തിരുന്നത് പോലെ നീയും എന്നെ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് സിയെ പ്രോമിസ് ചെയ്യാനായി വിരൽ നീട്ടുന്നു. ഷിയാൻ ചിരിച്ചുകൊണ്ട് ഞാൻ ഉറപ്പായും കാത്തിരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നു. സിയെ യാത്രയാക്കിയ ശേഷം ഷിയാൻ ഹോസ്റ്റലിൽ മടങ്ങിയെത്തി മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഷാദി അവളെ സമാധാനിപ്പിക്കാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നീടുള്ള ഷിയാൻ്റെ ദിവസങ്ങൾ സിയയുടെ ഓർമ്മകളും അവനുമായുള്ള വീഡിയോ കോളും ഫോണിലൂടെയുള്ള ആഘോഷങ്ങളും ഒക്കെ കടന്നു പോകുന്നു. അങ്ങനെ ഷിയാൻ്റെ കോളേജ് ജീവിതം അവസാനിക്കാറായിരിക്കുന്നു. കോൺവെക്കേഷൻ ചടങ്ങിൻ്റെ അന്ന് അവൾ സിയയ്ക്ക് പലതവണ മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ വരാത്തതിനാൽ അവനിത് എന്തു പറ്റിയെന്ന് അവൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ ചടങ്ങിൽ കോളേജിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച സ്റ്റുഡൻറ്റിൽ ഒരാളായ അവളാണ് കുട്ടികളുടെ പ്രതിനിധിയായി പ്രസംഗിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് സിയെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ അവൾ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുപ്പും വിജയകരമായി ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിന് എല്ലാവരും തൊപ്പി മുകളിലേക്കുള്ള ആഘോഷവുമൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ലിഷിയുടെ ക്യാമറ ഉപയോഗിച്ച് ഷിയാൻ അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ക്യാമറയിൽ കൂടി സിയെ അവിടെ നിൽക്കുന്ന അവൾ കണ്ടത്. അവളുടെ സന്തോഷം എത്രയെന്ന് പറയണ്ടല്ലോ. പറഞ്ഞതിനേക്കാൾ മുമ്പേ വന്നത് എന്താണ് എന്നവൾ സന്തോഷത്തോടെ ചോദിക്കുന്നു. ഗ്രാജുവേഷന് ഗിഫ്റ്റൊന്നും കൊണ്ടുവന്നില്ല എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ലിഷി അതും വീഡിയോയിൽ പകർത്തുന്നുണ്ട്. സിയ മടങ്ങി വന്ന ദിവസം തന്നെ ഷിയാൻ അവൻ്റെ മുറിയിലേക്ക് താമസം മാറുന്നു. ഭക്ഷണം കഴിഞ്ഞ ശേഷം ആര് പാത്രം കഴുകണമെന്ന് തീരുമാനിക്കാൻ രണ്ടുപേരും റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ചു നോക്കുന്നു. പലതവണ കളിച്ചിട്ടും ഷിയാൻ തന്നെ തോൽക്കുന്നതിനാൽ അവൾ മടിയോടെ പാത്രം കഴുകാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ പാസ്പോർട്ട് നോക്കിയെടുത്ത് തരാമെന്നുണ്ടെങ്കിൽ പാത്രം ഞാൻ കഴുകിക്കോളാം എന്നവൻ പറയുന്നു. അവൾ വേഗം അത് സംബന്ധിച്ച് പാത്രമായി ഏൽപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു. അവൻ പറഞ്ഞ ബോക്സിനുള്ളിൽ പാസ്പോർട്ടിനായി നോക്കിയപ്പോൾ കണ്ടത് പലപ്പോഴായി അവൻ അവൾ നൽകിയ ഓരോ സമ്മാനങ്ങളും അവൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. നീ ഇതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുകയാണോ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ സിയ അവൾക്കരികിൽ വന്നിരുന്നിട്ട് അതിലൊരു ബോക്സ് ഉണ്ട്, അത് തുറക്കാൻ പറയുന്നു. ഷിയാനെ തുറന്നു നോക്കിയപ്പോൾ ഒരു ജുവൽ ബോക്സ് ഇരിക്കുന്നത് കാണുന്നു. മോതിരമായിരിക്കും അതെന്ന് മനസ്സിലാവുന്നതിനാൽ അവൾ അതെടുക്കാതെ തന്നെ അവനെ നോക്കുന്നു. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇപ്പോൾ നിൻ്റെ മുന്നിലിരിക്കുന്ന ആളാവില്ലായിരുന്നു എന്ന് പറഞ്ഞ് സിയ എഴുന്നേറ്റ് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ആ ബോക്സ് തുറന്ന് അവളെ കാണിച്ചുകൊണ്ട് അവളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. നീ എന്നെ വിവാഹം കഴിക്കുമെന്ന് സിയ ചോദിച്ചപ്പോൾ സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളോടെ ഷിയാൻ ആ മോതിരമെടുത്ത് വിരലണിയുന്നു. സിയ മുമ്പ് നൽകിയ മോതിരവും അവളുടെ വിരലിൽ തന്നെ ഉണ്ടായിരുന്നു. നീ എന്തിനാണ് പിന്നെയും മോതിരം വാങ്ങിയത്? ഇത് തന്നെ മതിയായിരുന്നല്ലോ എന്നവൾ ചോദിച്ചപ്പോൾ വേറെ വാങ്ങുമെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നല്ലോ. നീ മോതിരം അണിഞ്ഞെങ്കിലും എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്നവൻ പറയുന്നു. ഷിയാൻ കൈ ഉയർത്തി കാണിച്ചിട്ട് ഇപ്പോൾ തന്നെ 2 മോതിരം ഞാൻ ഇട്ട് കഴിഞ്ഞു, ഉത്തരം വ്യക്തമല്ലേ, പിന്നെ എന്തിനാണ് പറയുന്നത് എന്നവൾ ചോദിക്കുന്നു. നീ പറഞ്ഞു കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നവൻ പറഞ്ഞപ്പോൾ ഷിയാൻ അവൻ്റെ കവിളുകളിൽ പിടിച്ചുകൊണ്ട് എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞവനെ കിസ് ചെയ്തിട്ട് മാറുന്നു. സിയെ സന്തോഷത്തോടെ വീണ്ടും അവളെ കിസ് ചെയ്യുന്നുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഷെൻഹായ് സ്കൂളിലെ വാർഷികത്തിന് സിയയും ഷിയാനും ഷിഷിയും ഷാദിയും അവിടേക്ക് പോകുന്നുണ്ട്. അവർ ഒരുമിച്ച് ആൻറ്റി ലീവിനെ കാണാൻ പോകുന്നു. താൻ പഠിപ്പിച്ച കുട്ടികൾ ജീവിതത്തിൽ വിജയം കൈവരിച്ചതിൽ അദ്ദേഹം അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിക്കുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എപ്പോഴും അവർക്കൊപ്പം നടക്കാറുണ്ടായിരുന്ന കെക്കയെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്, അതാണ് വരാത്തത് എന്നവർ അറിയിക്കുന്നു. നിങ്ങളുടെ വിവാഹം എന്നാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഷിയാനും സിയയും 3 മാസത്തിനുള്ളിൽ വിവാഹിതരാകുമെന്ന് അറിയിച്ചപ്പോൾ ഷിഷിയുടെയും ഷാദിയുടെയും കാര്യം അദ്ദേഹം ചോദിക്കുന്നു. ഞങ്ങൾ ഉടനെയില്ല, അടുത്ത 3 വർഷത്തിനുള്ളിൽ ഉറപ്പായി കാണുമെന്ന് ഷിഷി മറുപടി നൽകുന്നു. സിയയുടെ പ്രസംഗം തുടങ്ങാനുള്ള സമയമായതിനാൽ എല്ലാവരും സ്റ്റേജിനടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഷിയാനോട് മാത്രം കുറച്ച് സമയം കൂടി അവിടെ നിൽക്കാൻ ആൻറ്റി ലീവ് പറയുന്നു. മറ്റുള്ളവർ പോയി കഴിഞ്ഞപ്പോൾ സിയ ഇന്ന് തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയായി മാറിയിരിക്കുന്നു. പക്ഷേ ആർട്സും സയൻസും തിരഞ്ഞെടുക്കേണ്ട സമയത്ത് അവൻ സയൻസ് തിരഞ്ഞെടുക്കുന്നതിന് പകരം ആർട്സ് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സംഭവം അവളെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ആർട്സ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച് സിയെ ഫോം ഫിൽ ചെയ്ത് സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ ആൻറ്റി ലീവ് ഉൾപ്പെടെ സയൻസിലെ അവൻ്റെ കഴിവറിയാവുന്ന അധ്യാപകർ ഒന്നടങ്കം അവനെ എതിർക്കുന്നു. പക്ഷേ ആർട്സ് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ട് എനിക്ക് ആർട്സ് തന്നെ മതി എന്ന് പറഞ്ഞ് സിയെ കടുത്ത നിലപാടിലാണ്. ആ സമയത്താണ് ഷിയാൻ ആപ്ലിക്കേഷൻ ഫോമുമായി അവിടെ എത്തിയത്. അവൾ ഫോമിൽ സയൻസ് എന്നെഴുതിയിരിക്കുന്നത് സിയെ കാണുന്നുണ്ട്. ഷിയാൻ പോയ ശേഷം നിനക്ക് ഒന്നുകൂടി ചിന്തിച്ചുകൂടെ എന്ന് ആൻറ്റി ലീവ് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത് ശരിയാണ്, എനിക്ക് സയൻസ് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് സിയെ ഫോം തിരികെ എടുത്ത് തിരുത്തി കൊടുക്കുന്നു. അപ്പോൾ നീ കാരണമാണല്ലേ അന്നവൻ ആർട്സ് മതി എന്ന് വാശി പിടിച്ചത് എന്ന് ആൻറ്റി ലീവ് ഒരു ചിരിയോടെ ഷിയാനോട് ചോദിക്കുന്നു. അവളത് കേട്ട് ചിരിക്കുന്നുണ്ട്. ഷിയാൻ ചിരിയോടെ പുറത്തേക്കിറങ്ങി വന്നത് കണ്ട് എന്താണ് ആൻറ്റി ലീവ് ഇത്ര വലിയ തമാശ പറയുന്നത് സിയെ ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല, നിനക്കറിയണമെങ്കിൽ നേരിട്ട് പോയി ചോദിച്ചോളാം അവൾ പറയുന്നു.
ഈ സമയത്ത് വാർഷികത്തിനായി എത്തിയിരുന്ന ബോസോങ് അവർക്കെതിരെ വന്ന് ഷിയാനോട് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട് എന്ന് പറഞ്ഞ് സിയെ അവനോട് തിരിച്ച് എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നതിനാൽ ഷാദി ഷിയാനെയും വിളിച്ചുകൊണ്ട് പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോകുന്നു. ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്കാണ് സിയെയും ബോസോങ് കൂടി പോയത്. രണ്ടുപേരും കൂടി ഒരു ചെറിയ മത്സരം നടത്തുന്നുണ്ട്. വിവാഹത്തിന് ഷിയാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു എന്ന് സിയെ പറഞ്ഞപ്പോൾ പേടിക്കണ്ട, ഞാൻ വരില്ല, ഞാൻ അപ്പോഴേക്കും വിദേശത്തെത്തിയിരിക്കും എന്ന് ബോസോങ് മറുപടി നൽകുന്നു. നീ അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുമെന്ന പേടിയൊന്നും എനിക്കില്ല എന്ന് സിയെ പറയുന്നുണ്ട്. ഷിയാനെ പലതവണ സഹായിച്ചതിന് നന്ദിയുണ്ട്, പക്ഷേ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല, അവൾക്ക് ഞാനുണ്ട് എന്ന് സൗഹൃദത്തോടെ തന്നെ സിയ അവനോട് പറയുന്നു. നിനക്ക് പ്രസംഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് പകരം ഞാൻ പോകാമെന്ന് ബോസോങ് പറഞ്ഞപ്പോൾ ഞാൻ അതിനുള്ള അവസരം തന്നിട്ട് വേണ്ടേ എന്ന് ചോദിച്ച് കളി മതിയാക്കി സിയ അവിടെ നിന്ന് പോകുന്നു. ഷിയാനെ നന്നായി നോക്കിക്കൊള്ളണമെന്ന് ബോസോങ് പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. സിയ ചിരിച്ചുകൊണ്ട് അത് സമ്മതിച്ച് അവിടെ നിന്ന് പോകുന്നു. സിയ ഷിയാൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഷാദിയും ശിഷിയും കൂടി സ്ഥലം വിട്ടിരുന്നു. അവൻ ഷിയാനെയും കൂട്ടി ആഡിറ്റോറിയത്തിലേക്ക് പോകുന്നു. പ്രസംഗത്തിൽ തൻ്റെ ഉയർച്ചയ്ക്കും നേട്ടങ്ങൾക്കും കാരണക്കാരി ഷിയാന എന്നെടുത്തു പറഞ്ഞ് സിയ അവൾക്ക് നന്ദി പറയുന്നുണ്ട്. ഷിയാനെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായിരുന്നു അത്. പ്രോഗ്രാം കഴിഞ്ഞ് സിയ ഷിയാനെയും കൂട്ടി തങ്ങളുടെ പഴയ ക്ലാസ്സിലേക്ക് പോകുന്നു. ക്ലാസ്സിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അവിടെ ഓർമ്മകൾ അയവിറക്കൊണ്ട് രണ്ടുപേരും തങ്ങളുടെ പഴയ സീറ്റിലിരിക്കുന്നു. സിയയുടെ മുകളിൽ ഷിയാൻ്റെ പേരിനോട് സാമ്യമുള്ള ഏർലി എന്ന വാക്ക് ആരോ കോറിയിട്ടിരിക്കുന്നത് കണ്ട് ഇതാരായിരിക്കും എഴുതിയതെന്ന് ഷിയാൻ ചോദിക്കുന്നു. സിയയുടെ കള്ളച്ചിരി കണ്ടപ്പോൾ അവൻ തന്നെയാണത് എഴുതിയതെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ശിശി അവൻ്റെ ഡെസ്ക്മേറ്റ് ആയിരുന്ന സമയത്ത് അവിടെ ഷിയാൻ്റെ പേരിൻ്റെ അക്ഷരം എഴുതിയിരിക്കുന്നത് കണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അംഗീകരിക്കാനുള്ള മടി കാരണം സിയ അതങ്ങനെയല്ല, ഏർലി എന്നല്ലേ എന്ന് ചോദിച്ച് കോമ്പസ് കൊണ്ടത് മാറ്റി വരച്ചത് സിയ അപ്പോൾ ഓർക്കുന്നുണ്ട്. നിന്റെ സീക്രട്ടൊക്കെ എനിക്കിപ്പോൾ നന്നായി അറിയാവുന്ന സ്ഥിതിക്ക് നിനക്കെൻ്റെ സീക്രട്ട് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് സിയെ കബോർഡിൽ നിന്നൊരു ടെക്സ്റ്റ് എടുത്ത് അതിൽ ഐ ലൈക്ക് യു സില്ലി എന്നെഴുതി അവളെ കാണിക്കുന്നു. ഷിയാൻ അത് കണ്ടൊരു ചിരിയോടെ എനിക്കത് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം സിയെ ബ്രേക്ക് ടൈമിൽ പുറത്തുപോയി തിരികെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവൻ്റെ ഡെസ്കിൽ ഷിയാൻ്റെ ടെസ്റ്റ് ഇരിക്കുന്നത് കണ്ട് അടുത്തങ്ങും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ നോക്കി ആ ടെക്സ്റ്റിൽ അതുപോലെ എഴുതുന്നുണ്ട്. അവൻ എഴുതിത്തീരുന്നതിന് മുമ്പ് ഷിയാൻ മടങ്ങി വന്നതിനാൽ അവൻ പെട്ടെന്ന് ബുക്ക് മടക്കി വെക്കുന്നു. നീ എന്തിനാണ് എൻ്റെ ബുക്ക് എടുത്തത് എന്നവൾ ചോദിച്ചപ്പോൾ അവന് തിരികെ കൊടുക്കുന്നുണ്ട്. അവൻ അവളോട് ഇഷ്ടം തോന്നി തുടങ്ങിയത് ഏകദേശം ആ സമയത്തൊക്കെ ആയിരിക്കണം. ഒരു ട്രാൻസ്ഫർ സ്റ്റുഡൻ്റായി കൂട്ടുകാരൊന്നുമില്ലാത്ത ആ സ്കൂളിലേക്ക് ആദ്യമായി വന്നപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തി അവിടേക്ക് അവനൊപ്പം വരുന്ന സന്തോഷകരമായ ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഷിയാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ സന്തോഷകരമായ ജീവിതയാത്ര തുടങ്ങുന്നിടത്ത് അവർ സീക്രട്ട് എന്ന ഈ ഡ്രാമ അവസാനിക്കുന്നു. പുതിയൊരു ഡ്രാമയുമായി നമുക്ക് വീണ്ടും കാണാം.